ഇന്നലത്തെ എപ്പിസോഡിൽ അപ്സരനെ നിർത്തിപ്പൊരിക്കുന്നുണ്ട് നമ്മുടെ സിബിനും അൻസിബയും ശ്രീരേഖയും കൂടി ചേർന്ന് നിന്ന്. അൻസിബ പറയുന്നത് അപ്സര ഈ ആഴ്ച ഒരു സ്വേച്ഛാധിപതിയായിരുന്നു എന്നാണ്. സിബിൻ പറയുന്നത് അപ്സര നല്ലൊരു പ്ലെയർ ആണ് എന്നാണ് ഹൗസിന് പുറത്ത് വെച്ച് കളി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ അകത്ത് വന്നപ്പോഴാണ് അപ്സരയുടെ പല കാര്യങ്ങളും എക്സ്പോസ് ചെയ്യപ്പെടാത്തതാണ് എന്ന് മനസ്സിലായതെന്ന് പറയുന്നു. അപ്സരയ്ക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു ഈ ഒരാഴ്ച. ധാർഷ്ട്യത്തിൽ പറയുന്നത് കൊണ്ടാണ് ആരും അനുസരിക്കാത്തത്. പവറിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. വഴിയോടെ പോകുമ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് തൊഴണം എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണ്. ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അൻസിബനെയൊക്കെ ഡീൽ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഒരു 2 മിനിറ്റ് നിൽക്കുമോ അൻസിബ എന്ന് വേണം ചോദിക്കാൻ. അല്ലാതെ കൈകൊട്ടി അനുസരിപ്പിക്കാൻ നിന്നാൽ ആരും അനുസരിക്കില്ല. ഈ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ അൻസിബേനെയും അപ്സരനെയും തമ്മിൽ തെളിച്ച് മറ്റേ ചോര കുടിക്കുന്ന കുറുക്കന്റെ ഒരു ഗെയിമാണ് സിബിൻ കളിച്ചത് ഇന്നലെ എന്നല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കണ്ടുവരുന്ന സിബിന്റെ ഒരു ഗെയിമാണ് ഇത്. മാക്സിമം കുത്തിത്തിരിച്ചു ഒരാഴ്ച കൊണ്ട്. നമുക്കറിയാം അൻസിബ സിബിന്റെ സെയിം ഗ്രൂപ്പിലാണ്, നെക്സ്റ്റ് ഗ്രൂപ്പിലാണ്. അപ്പൊ കുറെ ആയിട്ട് അപ്സരയുടെ മുഖംമൂടി എക്സ്പോസ് ചെയ്യപ്പെടണം എന്ന രീതിയിൽ സിബിൻ കളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതിനുവേണ്ടി അൻസിബനെ മുന്നിൽ നിർത്തി കളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മയത്തിലല്ല ധാർഷ്ട്യത്തിലാണ് പറഞ്ഞത്, അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊരു ഡയലോഗും കൂടി സിബിൻ അടിച്ചിരുന്നു. ഇതാണ് പറഞ്ഞത്, മുന്നിൽ നിന്ന് കുത്തിക്കേറി കൊടലമാല പുറത്തിടാനും പുറകിന്ന് കുത്തി മറ്റേ കട്ടപ്പയുടെ ഗെയിം കളിക്കാനും മടിയില്ലാത്ത നിലവിലെ ഒരേ ഒരു കണ്ടസ്റ്റന്റ് ആണ് സിബിൻ കണ്ണിങ് ആയിട്ട് നിന്ന് കളിക്കുന്ന ഒരാളാണെന്ന് അവിടെ ഉള്ളവർക്കും അറിയാം, ഇവിടെ ഉള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഡിപ്ലോമാറ്റിക് ആവേണ്ട സ്ഥലത്ത് അങ്ങനെ ആവുന്നുണ്ട്. കണ്ടന്റുകൾ കൊടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം തികഞ്ഞൊരു BB മെറ്റീരിയൽ ആണ് നമ്മുടെ DJ സിബിൻ. മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാം ഒത്തു വന്നാൽ ഇത്തവണത്തെ വിജയകിരീടം സിബിൻ തൂക്കും. ഒന്നും പറയാറായിട്ടൊന്നുമില്ല. ഇനി സിബിന്റെ ഇതേപോലത്തെ കുറെ കളികൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത് കണ്ടതിന് ശേഷം ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. എന്തായാലും ഇന്നലത്തെ സിബിന്റെ ഈ ഒരു ഗെയിം വളരെ അടിപൊളിയായിട്ട് തോന്നി.